ഏവർക്കും CSEB റാങ്ക് ഹോൾഡറിലേക്ക് സ്വാഗതം. ഒക്ടോബർ 31 ജൂനിയർ ക്ലർക്ക് പരീക്ഷ നടക്കാനിരിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ ഹാർഡ് വർക്കിലാണ് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കായി ഞങ്ങളൊരു ബുക്ക്ലെറ്റ് കൂടി ഇറക്കിയിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എക്സ്ട്രാ പോയിൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ബുക്ക്ലെറ്റിലുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഇനി ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഇന്ന് 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്: ചെക്ക്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. 3ഉം നമുക്ക് പരീക്ഷയ്ക്ക് വളരെ നിർണായകമായ ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. എങ്കിൽ ഈ ഭാഗത്തിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ പറയുന്നത് ട്രാൻസാക്ഷനാണ്. ട്രാൻസാക്ഷൻ 2 തരത്തിലുണ്ട്: ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷൻ എന്നത് നമ്മൾ ഒരു സാധനം വിറ്റു, അതിന് പകരമായിട്ട് അവർ പൈസ തരുന്നു. ഇതാണ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഇനി നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്താണെന്ന് പറയുകയാണ്. ഞാനൊരു സാധനം വിറ്റു, അതിൻ്റെ ക്യാഷ് എനിക്ക് 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം മാത്രമേ കിട്ടുകയുള്ളൂ. ഇതിനാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് ട്രാൻസാക്ഷനിൽ പണം കിട്ടുന്ന കാലയളവിൽ ബയ്യറും സെല്ലറും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ ഈ 2 പേരും ചേർന്ന് ഒരു റിട്ടേൺ ഡോക്യുമെന്റിൽ ഒപ്പിടുന്നു. ഇതിന് പറയുന്ന പേരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അങ്ങനെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്: ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് തുടങ്ങാം. എക്സ് എന്ന വ്യക്തി വൈ എന്ന വ്യക്തിക്ക് കുറച്ച് ഗുഡ്സ് കൊടുക്കുകയാണ്. വൈ 6 മാസത്തിന് ശേഷമേ ആ പണം കൊടുക്കുകയുള്ളൂ. അപ്പോൾ സെല്ലർ ഒരു പേപ്പറിൽ ഇന്ന ദിവസം 10,000 രൂപ തരണം എന്നെഴുതി ഒരു റവന്യൂ സ്റ്റാമ്പ് കൂടി പതിപ്പിച്ച് വയ്ക്കുന്നു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഡ്രാഫ്റ്റ്. ഇനി പർച്ചേസർ ഈ ഡ്രാഫ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് സെല്ലർക്ക് അയച്ചു കൊടുത്താൽ അതിനെ പറയുന്ന പേരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. സെക്ഷൻ 5 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ സൈൻഡ് ബൈ ദി മേക്കർ directing a certain person to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. ഇതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഡെഫിനിഷൻ. ഇനി ഈ ഡെഫിനിഷൻ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എഴുതി തയ്യാറാക്കിയ എന്നാൽ പ്രത്യേകിച്ച് ഒരു കണ്ടീഷനുമില്ലാത്ത ഒരു ഓർഡറാണിത്. ഇതിൽ സൈൻ ചെയ്യുന്നത് എഴുതുന്ന ആൾ തന്നെയാണ്, അഥവാ സെല്ലറാണ്. മാത്രമല്ല, ഒരു നിശ്ചിത തുക, നിശ്ചിത തീയതിയിൽ ആരാണോ പണം തരേണ്ടത് അവരുടെ പേര് സഹിതം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ പാർട്ടീസ് ആരൊക്കെയാണെന്ന് നോക്കാം. ഡ്രോയർ, ഡ്രോയി, പേയി, 3 പാർട്ടീസാണ് വരുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് ഡ്രോയർ. ഡ്രോയർ എന്ന് പറയുന്നത് മെയ്ക്കറാണ്. അതായത് ആരാണോ ഇത് എഴുതുന്നത് അവരാണ് ഡ്രോയർ. അതായത് ക്രെഡിറ്ററാണ് അവർ, പണം കിട്ടേണ്ട ആൾ. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഡ്രോയി. ആരാണോ പണം കൊടുക്കേണ്ടത് അവരാണ് ഡ്രോയി. അയാൾ ഡ്രോയി ആണ്, അഥവാ ഡെപ്റ്റർ. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഡ്രോയർ കൊടുക്കുന്ന ഡ്രാഫ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് അത് തിരിച്ചു കൊടുക്കുന്ന ആളാണ് ഡ്രോയി. ഇനി 3ാമത്തെ പാർട്ടി, അത് പേയി ആണ്. പണം കൈപ്പറ്റുന്ന ആളാണ് പേയി. കൂടുതൽ കേസുകളിലും ഡ്രോയർ തന്നെയാണ് പേയി ആയിട്ട് വരാറുള്ളത്. ഇനി ഡ്രോയർക്ക് വേണമെങ്കിൽ മറ്റൊരു ആളെ പേയി ആയിട്ട് നിയോഗിക്കാം, അവർക്ക് ക്യാഷ് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്ന കാര്യങ്ങൾ. അടുത്തതായിട്ട് പ്രോമിസറി നോട്ട് എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ മണിച്ചിത്രത്താഴിൽ പപ്പു പറയുന്നുണ്ട്, എന്നെ ശരിക്കൊന്ന് നോക്കിക്കേ. ആ പറഞ്ഞ പോലെ പ്രോമിസറി നോട്ടിനെ ശരിക്കൊന്ന് നോക്കിയാൽ നമുക്ക് എന്താണ് പ്രോമിസറി നോട്ടെന്ന് മനസ്സിലാവും. ഇതൊരു പ്രോമിസാണ്, ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന പ്രോമിസ്. പ്രോമിസറി നോട്ട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം. എക്സ് എന്ന വ്യക്തി വൈ എന്ന വ്യക്തിക്ക് സാധനങ്ങൾ വിറ്റു. വൈ 6 മാസത്തിന് ശേഷമേ പണം കൊടുക്കുകയുള്ളൂ. പ്രോമിസറി നോട്ടിൻ്റെ കേസിൽ പർച്ചേസർ തന്നെ ഒരു പ്രോമിസ് എഴുതി തയ്യാറാക്കുകയാണ്.
ഇത്ര രൂപ ഇത്ര സമയത്തിനുള്ളിൽ തരാം എന്ന് എഴുതി തയ്യാറാക്കി സെല്ലർക്ക് കൊടുക്കുന്നു. ഇതാണ് പ്രോമിസറി നോട്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി പ്രോമിസറി നോട്ടിൻ്റെ ഡെഫിനിഷനിലേക്ക് നമുക്കൊന്ന് പോകാം. പ്രോമിസറി നോട്ടിനെ കുറിച്ച് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് സെക്ഷൻ 4 ഡിഫൈൻ ചെയ്യുന്നത് ഇപ്രകാരമാണ്: എ പ്രോമിസറി നോട്ട് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് containing an unconditional undertaking signed by the maker to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. ഇതാണ് ഡെഫിനിഷൻ. ഇനി ഡെഫിനിഷനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എഴുതി തയ്യാറാക്കിയ ഒരു കണ്ടീഷനാണ് ഇത്. പർച്ചേസർ ഏറ്റെടുക്കുകയാണ് ഇത്ര രൂപ ഇന്ന ആൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്ന മറ്റൊരാൾക്ക് കൊടുക്കാം എന്ന് എഴുതി തയ്യാറാക്കിയ ഇൻസ്ട്രുമെൻ്റ് ആണ്. മാത്രമല്ല ഇത് സൈൻ ചെയ്യുന്നത് മെയ്ക്കറാണ്, അഥവാ പണം കൊടുക്കേണ്ട ആളാണ്, അതായത് ഡെപ്റ്റർ. ഈ കേസിൽ ഡെപ്റ്റർ ആണ് വരിക. ഇനി അടുത്തതായി നമുക്ക് പ്രോമിസറി നോട്ടിൽ വരുന്ന പാർട്ടീസ് ആരൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായി വരുന്നത് ഡ്രോയർ. ഈ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്ന ആളാണ് ഡ്രോയർ അഥവാ ഡെപ്റ്റർ. അടുത്തതായി രണ്ടാമതായി വരുന്നതാണ് പേയി. പണം കിട്ടേണ്ട ആളാണ് പേയി. അപ്പോൾ പ്രോമിസറി നോട്ടിൽ 2 പാർട്ടീസ് മാത്രമേ വരുന്നുള്ളൂ, ഡ്രോയർ ആൻഡ് പേയി. അടുത്തതായി നമ്മൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് പോകുന്നത്, ചെക്ക്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 സെക്ഷൻ 6 ചെക്കിനെ കുറിച്ച് പറയുന്നത്. ചെക്ക് എന്താണ് എന്ന് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് നമുക്ക് നേരെ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. എ ചെക്ക് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ അഡ്രസ്ഡ് ടു എ ബാങ്കർ സൈൻഡ് ബൈ ദി പേഴ്സൺ ഹു ഹാസ് ഡെപ്പോസിറ്റഡ് മണി വിത്ത് ദി ബാങ്കർ him to pay on demand a certain sum of money only to or to the order of a certain person or to the bearer of the instrument. ഇതാണ് ചെക്ക് എന്നതിൻ്റെ ഡെഫിനിഷനായി വരുന്നത്. ഇനി ഈ ചെക്കിൻ്റെ ഡെഫിനിഷനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പറഞ്ഞതുപോലെ ചെക്ക് എന്നതും എഴുതി തയ്യാറാക്കിയ ഒരു ഓർഡറാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഒരു ഓർഡറായിരുന്നു. പ്രത്യേകിച്ച് ഒരു കണ്ടീഷനും ഇല്ലാത്ത ഓർഡറാണ്, അതായത് അൺകണ്ടീഷണൽ ഓർഡർ എന്ന് നേരത്തെ പറയുന്നുണ്ട് അവർ. ഇത് എഴുതി കൊടുക്കുന്നത് ഒരു ബാങ്കർക്കാണ്. ചെക്ക് സബ്മിറ്റ് ചെയ്യുന്ന വ്യക്തിയും പണം നിക്ഷേപിച്ചിട്ടുള്ള ബാങ്കുമാണ് ഈ പണം കൊടുക്കുന്നത്. ചെക്ക് സബ്മിറ്റ് ചെയ്യുന്ന വ്യക്തി പണം നിക്ഷേപിച്ചിട്ടുള്ള ബാങ്കിലാണ് ഈ ചെക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഇനി പറയുന്നത് ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത വ്യക്തിക്ക് ഒരു നിശ്ചിത സമയത്ത് കൊടുക്കണം എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. ഇനി ഇതിൽ വരുന്ന പാർട്ടീസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഡ്രോയർ, ഡ്രോയി, പേയി 3 പാർട്ടീസും ചെക്കിൽ വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഡ്രോയർ ആരാണ് എന്ന് നോക്കാം. ആരാണോ ചെക്ക് ഇഷ്യൂ ചെയ്ത് സൈൻ ചെയ്യുന്നത് അയാളാണ് ഡ്രോയർ. അടുത്തതായി ഡ്രോയി. ചെക്കിൻ്റെ കേസിൽ എപ്പോഴും ബാങ്കറാണ് ഡ്രോയി. ഇനി പേയി എന്ന് പറയുന്നത് ആർക്കാണോ ഈ ചെക്കിൽ നിന്നും പണം കിട്ടുന്നത് അവരാണ് പേയി. ഇത് 3 ചെക്കിൽ വരുന്ന പാർട്ടീസ്. ഇനി നമുക്ക് ഒരു ചെക്കിൽ എന്തെല്ലാമാണ് വരുന്നത് എന്ന് നോക്കാം. ഒരു ചെക്കിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി ഒന്ന് നോക്കാം. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ് എടുത്തു പോകുന്നത്. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ചെക്കിൻ്റെ ഫോർമാറ്റിൽ ഏറ്റവും താഴെയായിട്ട് 3 സെറ്റ് നമ്പർ കാണാം. ഇതിൽ നടുവിൽ കൊടുത്തിട്ടുള്ളതാണ് MICR കോഡ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഇനി നമുക്ക് എപ്പോഴും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. MICRൽ എത്ര ഡിജിറ്റാണ് വരുന്നത്, IFSCയിൽ എത്ര ഡിജിറ്റാണ് വരുന്നത് എന്നൊക്കെ. അപ്പോൾ ആദ്യം നമുക്ക് MICRൽ എത്ര ഡിജിറ്റാണ് എന്ന് നോക്കാം. 9 ഡിജിറ്റാണ് MICRൽ ഉണ്ടാവുക. അത് ബാങ്ക് 3 തിരിച്ചിട്ടുണ്ട്. ഏത് ബാങ്കിൽ നിന്ന് വരുന്നു എന്നത് ആദ്യത്തെ 3 അക്ക നമ്പറും ഏത് സ്ഥലത്ത് നിന്ന് ആ ചെക്ക് വരുന്നു എന്നത് രണ്ടാമത്തെ 3 അക്ക നമ്പറും ഏത് ബാങ്കിൽ നിന്ന് വരുന്നു എന്നത് മൂന്നാമത്തെ 3 അക്ക നമ്പറുകളും സൂചിപ്പിക്കുന്നു. ഇതെല്ലാമാണ് MICRലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
ഇനി നമുക്ക് അടുത്തതായി IFSC കോഡ് എന്താണ് എന്ന് നോക്കാം. ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം കോഡാണ് IFSC കോഡ്. IFSC കോഡിൽ 11 ഡിജിറ്റാണ് ഉള്ളത്. നമുക്ക് പലപ്പോഴും പല പരീക്ഷയ്ക്ക് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് IFSC കോഡിൽ എത്ര ഡിജിറ്റാണുള്ളതെന്ന്. 11 ഡിജിറ്റാണ് IFSC കോഡിലുള്ളത്. ഏത് ബ്രാഞ്ചാണ് എന്ന് ബാങ്കർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ IFSC കോഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ ചെക്കിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് CTS 2010. നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാവും CTS ക്ലിയറിംഗ് എന്നൊക്കെ. അതായത് CTSൻ്റെ മുഴുവൻ രൂപം ചെക്ക് ട്രൻകേറ്റഡ് സിസ്റ്റം എന്നാണ്. ചെക്കിൻ്റെ ഇടതുവശത്താണ് CTS 2010 എന്ന് എഴുതിയിട്ടുണ്ടാവുക. ഇപ്പോൾ ചെക്കിനെ കുറിച്ച് ഏകദേശം, ചെക്കിൻ്റെ ആ ഒരു ഫോർമാറ്റിനെ കുറിച്ച് ഏകദേശം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിലേക്ക് പോകാം. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് ബിയറർ ചെക്കാണ്. ബിയറർ ചെക്ക് അതായത് ഒരു ചെക്ക് ആരാണോ കൊണ്ടുവന്ന് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അവർക്ക് ക്യാഷ് കിട്ടും. ഇപ്പോൾ എൻ്റെ ഒരു ചെക്ക് ഞാൻ എൻ്റെ അനിയൻ്റെ കയ്യിലോ ചേട്ടൻ്റെ കയ്യിലോ ആരുടെ കയ്യിൽ കൊടുത്താലും അത് ക്യാഷ് ചെയ്യാൻ പറ്റും. അവർക്ക് അതിൻ്റെ ക്യാഷ് കിട്ടും. അതാണ് ബിയറർ ചെക്ക്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓർഡർ ചെക്കാണ് പറയുന്നത്. ഓർഡർ ചെക്കിൽ ഒരു നിശ്ചിത വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അവർക്ക് മാത്രമേ ക്യാഷ് കൊടുക്കുകയുള്ളൂ. ഓർഡർ ചെക്കിന് എൻഡോഴ്സ്മെൻ്റ് ആവശ്യമാണ്. ഒരു വ്യക്തിയുടെ പേര് പറയുന്നത് കാരണം ബാങ്ക് അത് ആ നിശ്ചിത വ്യക്തിക്ക് തന്നെ ആണോ കൊടുക്കുന്നത് എന്ന് കൃത്യമായി അന്വേഷിച്ച് മാത്രമേ പേയ്മെൻറ്റ് കൊടുക്കുകയുള്ളൂ. അതാണ് ഓർഡർ ചെക്ക്. അടുത്തതായി നമ്മൾ പറയുന്നതാണ് ട്രൻകേറ്റഡ് ചെക്ക്. അതായത് ഫിസിക്കൽ ചെക്കിനെ ഇലക്ട്രോണിക് ചെക്കായി മാറ്റുന്നതാണ് ട്രൻകേറ്റഡ് ചെക്ക്. അതായത് പേപ്പർ ചെക്കിനെ സ്കാൻ ചെയ്ത് ഇലക്ട്രോണിക് ചെക്കായി മാറ്റുന്നു. ഇതാണ് ട്രൻകേറ്റഡ് ചെക്കിൽ നടക്കുന്നത്. ട്രൻകേറ്റഡ് ചെക്കിൻ്റെ മറ്റൊരു കാര്യം കൂടി നമുക്കൊന്ന് പറയാം. പണ്ട് ഒരു സംവിധാനം ഉണ്ടായിരുന്നു, ഒരു ക്ലിയറിംഗ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ക്ലിയറിംഗ് ഹൗസിൽ ഒരു നിശ്ചിത സ്ഥലത്ത് ഈ ചെക്കെല്ലാം കൊണ്ടുവന്ന് അവർ ക്ലിയർ ചെയ്തിട്ടാണ് ആ ക്യാഷ് അതായത് പാർട്ടികൾക്ക് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ആ സംവിധാനങ്ങളൊക്കെ മാറി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CTS എന്നുള്ളത് ചെക്ക് ട്രൻകേറ്റഡ് സിസ്റ്റം, അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ആ ചെക്ക് സ്കാൻ ചെയ്ത് അപ്പോൾ തന്നെ എവിടേക്കാണോ അത് എത്തിക്കേണ്ടത് ആ സ്ഥലത്തേക്ക്, നിശ്ചിത സ്ഥലത്തേക്ക് അത് എത്തിച്ച് അതിനുള്ള പേയ്മെൻറ്റ് അപ്പോൾ തന്നെ പാർട്ടിക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഈ ട്രൻകേറ്റഡ് ചെക്ക് എന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മ്യൂട്ടിലേറ്റഡ് ചെക്ക്. കീറിപ്പറഞ്ഞതും മുഷിഞ്ഞതുമായ ചെക്കുകളെ നമ്മൾ പറയുന്ന പേരാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക്. ഇനി അടുത്തതായി പറയുന്നത് ആൻറ്റി ഡേറ്റഡ് ചെക്ക്. എ ചെക്ക് വിച്ച് ബിയേഴ്സ് എ ഡേറ്റ് ടു ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഇഷ്യൂ തീയതിക്ക് മുൻപുള്ള തീയതി കാണിച്ചിട്ടുള്ള ചെക്കാണ് ആൻറ്റി ഡേറ്റഡ് ചെക്ക്. ഇനി ഇതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറയാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ആൻറ്റി ഡേറ്റഡ് ചെക്ക് മറക്കില്ല. ഞാൻ ഒരു ചെക്ക് ബാങ്കിലേക്ക് കൊടുക്കുകയാണ്. അതിലെ തീയതി സെപ്റ്റംബർ 20 പക്ഷേ ചെക്ക് ഞാൻ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഡേറ്റ് ഒക്ടോബർ 20. അപ്പോൾ ഇതാണ് ആൻറ്റി ഡേറ്റഡ് ചെക്ക്. അടുത്തതായി പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. നേരെ വിപരീതമാണ് ആൻറ്റി ഡേറ്റഡിൽ നിന്ന് പോസ്റ്റ് ഡേറ്റഡ്. ഇഷ്യൂ തീയതിക്ക് ശേഷമുള്ള തീയതി കാണിച്ചിട്ടുള്ള ചെക്കാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഇതിൻ്റെ ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, എൻ്റെ സുഹൃത്ത് അപ്പുവിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ ക്യാഷ് ഇല്ല. ഒരു നവംബർ പകുതിയോടുകൂടി അവരുടെ അക്കൗണ്ടിൽ ക്യാഷ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു നവംബർ 20 എന്ന ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഇനി അടുത്തതാണ് സ്റ്റെയിൽ ചെക്ക്. ഒരു ചെക്കിൻ്റെ കാലാവധി 3 മാസമാണല്ലോ. അപ്പോൾ ഈ 3 മാസം പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് സ്റ്റെയിൽ ചെക്ക് എന്ന് പറയുന്നത്. അടുത്തതായി ട്രാവലേഴ്സ് ചെക്ക്. ഒരു ബാങ്കിൻ്റെ കയ്യിൽ നിന്നും ഒരു വ്യക്തി പൈസ അടച്ച് ട്രാവലേഴ്സ് ചെക്ക് വാങ്ങുന്നു. ഈ ചെക്കിന് കാലാവധി പ്രശ്നമല്ല. അതായത് സാധാരണ ചെക്കുകൾക്ക് 3 മാസമാണ് വാലിഡിറ്റി പീരീഡ്. ഈ ചെക്കിനെ സംബന്ധിച്ചിടത്തോളം വാലിഡിറ്റി പീരീഡ് ഇല്ല. ഇതാണ് ട്രാവലേഴ്സ് ചെക്ക്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നതാണ് ക്രോസ്ഡ് ചെക്ക്. ക്രോസ്ഡ് ചെക്കിൽ മുകളിൽ ഇടതുവശത്ത് 2 ലൈൻസ് വരച്ച് അതിൽ അക്കൗണ്ട് പേയി എന്ന് എഴുതിയിട്ടുണ്ടാവും.
ചിലപ്പോൾ ബാങ്കിൻ്റെ പേരാവും എഴുതിയിട്ടുണ്ടാവുക. ഈ ചെക്ക് പ്രകാരം നമുക്ക് കൗണ്ടറിൽ പോയി ക്യാഷ് കിട്ടില്ല. ബാങ്കിൽ കൊടുത്ത് ആ ഇത് കളക്ഷനായി അക്കൗണ്ടിലേക്ക് വന്നതിന് ശേഷം മാത്രമേ ക്യാഷ് നമുക്ക് കിട്ടുകയുള്ളൂ. അടുത്തതായി പറയുന്നതാണ് ഡിസോണർ ചെക്ക്. അക്കൗണ്ടിൽ പണമില്ലാതെ ആ ചെക്ക് തിരിച്ചു വരികയാണ്. ഇതിനെ പറയുന്നതാണ് ഡിസോണർ ചെക്ക് എന്നത്. ഇതിനെ ബൗൺസ് ചെക്ക് എന്നുകൂടി പറയുന്നു. ഇപ്പോൾ പറഞ്ഞതെല്ലാമാണ് ചെക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ ചെക്കും ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി കൊടുക്കുന്നുണ്ട്. അതുകൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായി എഴുതിയിടുക. ഞങ്ങളുടെ ക്ലാസ്സുകൾ എപ്പോഴും ലഭിക്കാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക. നന്ദി.